ഇപ്പോൾ ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കേരള സർവകലാശാലയിലെ ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ VC-യുടെ റിപ്പോർട്ട്. രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. രജിസ്ട്രാർ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചു. രജിസ്ട്രാർക്ക് കൃത്യമായ ഉത്തരവാദിത്ത ബോധമുണ്ടായില്ലെന്നും ധിക്കാരപരമായ നടപടിയിൽ അതിശയം തോന്നിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരമാവധി രജിസ്ട്രാറെ കൊടുക്കാനുള്ളതെല്ലാം കൂടി ചേർത്ത് VC എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ഗോപാൽ? അതെ ഡോക്ടർ അരുൺകുമാർ, രജിസ്ട്രാർക്കെതിരെ എത്രയും വലിയ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയുമോ അത്രയും ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ രാജ്ഭവന് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം ഉത്തരവാദിത്വ ബോധമില്ലാതെ പെരുമാറിയ രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടി എന്നതാണ്. ചില ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് രജിസ്ട്രാർ ഈ ഉത്തരവാദിത്വ ബോധമില്ലാതെ പെരുമാറിയിരിക്കുന്നു. ആ മതചിഹ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാതെയാണ് രജിസ്ട്രാർ അന്നത്തെ ദിവസം പെരുമാറിയത്. തൻ്റെ ചുമതലകൾക്ക് അപ്പുറത്തേക്ക് കടന്ന് ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് അദ്ദേഹം വഴങ്ങി എന്നതാണ് ഈ VC-യുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഒരു സംഭവമായതിനാൽ തന്നെ, ഗുരുതരമായ സംഭവമായതിനാൽ തന്നെ വിശദമായ അന്വേഷണത്തിൻ്റെ സാധ്യതയുണ്ട് എന്നും അത്തരമൊരു അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുമാണ് VC രാജ്ഭവൻ നൽകിയിരിക്കുന്ന ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ രജിസ്ട്രാർ പറയുന്നത് പോലെ ഈ PROയുടെ റിപ്പോർട്ടിലോ സെക്യൂരിറ്റി ഓഫീസർ നൽകിയ റിപ്പോർട്ടിലോ ഏതെങ്കിലും തരത്തിലേക്കുള്ള മതചിഹ്നങ്ങൾ ഉണ്ട് എന്നത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ഏത് ചിഹ്നമാണെന്നോ എന്ത് തരത്തിലേക്ക് ഗുരുതര സ്വഭാവമുള്ളതാണെന്നോ വിശദമാക്കുന്നില്ല. കൂടാതെ തന്നെ അവിടെ ആ സ്റ്റേജിൽ നേരിട്ടുണ്ടായിരുന്ന രജിസ്ട്രാർക്ക് പോലും അത് ഏത് മതചിഹ്നമാണ് എന്ന കാര്യത്തിൽ വ്യക്തമായി സാക്ഷ്യപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇത് തികച്ചും രാഷ്ട്രീയ സ്വഭാവത്തിലുണ്ടായിരുന്ന ഇടപെടൽ മാത്രമാണ് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രജിസ്ട്രാറുടെ ധിക്കാരപരമായ നടപടിയിൽ തനിക്ക് അതിശയം തോന്നിയെന്നും ഗവർണറോട് ഗവർണറോട് ധിക്കാരപരമായി രജിസ്ട്രാർ ഒന്നും സംസാരിച്ചിട്ടില്ല. ഗവർണർ വരുന്നതിന് മുൻപാണ് സംഘാടകരോടാണ് സംസാരിച്ചത്. ഈ സംഘാടകർ എന്ന് പറയുന്നത് പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ചട്ടം ലംഘിച്ചാൽ അത് ചോദ്യം ചെയ്യേണ്ടത് രജിസ്ട്രാറുടെ ഉത്തരവാദിത്വമല്ലേ? രജിസ്ട്രാറിലെ അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയുള്ളയാൾ. ആ രജിസ്ട്രാർ അല്ലാത്ത വേറെ ആരാണ് ആ സംഘടനയോട് സംസാരിക്കുക? ഈ പത്മനാഭ സേവാ സമിതി പോലൊരു സംഘടനയോട് കയർത്ത് ആ സംഘടനയെ ചട്ടലംഘനം നടത്തി എന്നത് ചൂണ്ടിക്കാട്ടിയതാണ് ഇപ്പോൾ ഈ VC റിപ്പോർട്ട് എഴുതാൻ ആധാരമായ സംഭവം എന്ന് പറയുന്നത്. രാജ്ഭവനോടോ ഗവർണറോടോ ഏതെങ്കിലും തരത്തിൽ ധിക്കാരപരമായി രജിസ്ട്രാർ പെരുമാറിയിട്ടില്ലല്ലോ ഗോപാൽ? ഒരിക്കലുമില്ല. കാരണം രജിസ്ട്രാറുടെ വിശദീകരണ പ്രകാരം ഈ റിപ്പോർട്ടിൽ, അതായത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഗവർണർ എത്തുമെന്ന് അറിഞ്ഞതിന് ശേഷം താൻ ആ സ്ഥലത്ത് പോലും നിന്നിട്ടില്ല. ഒരു തരത്തിലേക്കുള്ള ഇടപെടലും തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഗവർണർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് താൻ ചെയ്തത് എന്നാണ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും രസകരമായ കാര്യം, ഈ പത്മനാഭ സേവാ സമിതിയുടെ ആരോപണങ്ങൾ അടക്കം ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മാലയിട്ട ചിത്രം കണ്ടപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിറളി പിടിച്ചു എന്നും ഭാരതാംബയെ മാലയിട്ട് കണ്ടത് ചിലർക്ക് ബോധിച്ചിട്ടില്ല എന്നും അവർക്ക് വേണ്ടി രജിസ്ട്രാർ ഇടപെട്ടു എന്ന പത്മനാഭ സേവാ സമിതിയുടെ ആരോപണം, അവരുടെ വാദം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ ദൃശ്യങ്ങൾ, ഫോട്ടോകൾ, ഈ പത്മനാഭ സേവാ സമിതിയുടെ വാദങ്ങളെല്ലാം അടക്കം നിരവധി രേഖകൾ ഉൾപ്പെടെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നും ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നു. ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ദേശീയ ഗാനം ആലപിക്കുമ്പോഴും പോലും ഈ പരിപാടി റദ്ദാക്കാൻ രജിസ്ട്രാർ ശ്രമിച്ചു. അത് ഗുരുതരമായ കൃത്യവിലോപമാണ്, തൻ്റെ അധികാര പരിധിയിൽ പെടാത്ത കാര്യമാണ് എന്ന് ഈ വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആരോപിക്കപ്പെടുന്ന ചിഹ്നം എന്താണ് എന്ന് ഒരു തരത്തിലും ഈ രജിസ്ട്രാർക്ക് വിശദമാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു തരത്തിലും ഭാരതാംബയുടെ ചിത്രം അത് കാപ്പടിയാണെങ്കിലും അല്ലാത്തതാണെങ്കിലും മതചിഹ്നമല്ല. അത് അങ്ങനെ കാണുന്നതിൽ ചിലർക്കുണ്ടായ ബുദ്ധിമുട്ടാണ് അന്നത്തെ സെനറ്റിൽ നടന്ന സംഘർഷത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നതാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. ക്രിമിനൽ സ്വഭാവമുള്ള പ്രത്യാഘാതം ഉണ്ടാകും. ക്രിമിനൽ സ്വഭാവമുള്ള ഇടപെടലുകൾ അന്നത്തെ ദിവസം സർവകലാശാലയിൽ ഉണ്ടായി. അന്നത്തെ ഇടപെടലുകൾക്ക് രജിസ്ട്രാർ കൂട്ടുനിന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഈ VC രജിസ്ട്രാർക്കെതിരെ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. രജിസ്ട്രാറുടെ വാദങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഭരണഘടനാപരമായ മര്യാദകൾ ലംഘിക്കുന്നതും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറോട് അപമര്യാദയായി അനാദരവ് കാണിച്ചു എന്നും അടക്കം സൂചിപ്പിക്കുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള, വേണമെങ്കിൽ വലിയ തരത്തിലേക്ക് ഒരു അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു VC രജിസ്ട്രാർക്കെതിരെ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല രജിസ്ട്രാറും VCയും തമ്മിൽ ഇടയുന്നത്. സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ, സെനറ്റ് യോഗങ്ങളിൽ, സർവകലാശാലയിലെ ഭരണപരമായ തീരുമാനങ്ങളിലെല്ലാം തന്നെ സിൻഡിക്കേറ്റും VCയും ശ്രദ്ധേയമാണ് അല്ലേ ഗോപാൽ?
അതൊരു സ്ഥിരം വി സി അല്ല. ആരോഗ്യ സർവകലാശാലയുടെ വി സി പദവിയിൽ ഇരിക്കുമ്പോഴാണ് താൽക്കാലികമായിട്ട് നിയമിച്ചത്. ഒരു തരത്തിൽ പറഞ്ഞാൽ കെയർ ടേക്കർ വി സി ആണ് ഈ രജിസ്ട്രാർക്കെതിരെ ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും സംഘപരിവാർ വൽക്കരണത്തിന് വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ സർവകലാശാലയിൽ വലിയ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഇടത് സിൻഡിക്കേറ്റുകളും SFI അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലേക്ക് ഭാരതാംബ വിവാദം ഉണ്ടാകുന്നതും ആ ഭാരതാംബ വിവാദം ചോദ്യം ചെയ്ത ആ ചിത്രം എന്തിനവിടെ വെച്ചു, അതിവിടെ വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ രജിസ്ട്രാർക്കെതിരെ വാളെടുക്കാൻ രാജ്ഭവനും BCയും ചേർന്ന് ഒന്നിച്ച് കോപ്പ് കൂട്ടുന്നതും എന്നുള്ളതാണ് ഏറെ രസകരമായിട്ടുള്ള സംവിധാനം. ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, ഇങ്ങനെയല്ല അവിടെ ഇടപെടൽ ഉണ്ടാകേണ്ടത്, അത് അദ്ദേഹത്തിന് ഓരോ ഇടപെടലും ധിക്കാരപരമായിരുന്നുവെന്നും അത് തനിക്ക് കണ്ടപ്പോൾ അതിശയമാണ് തോന്നിയത് എന്നും അടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള, വേണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ എന്നതിനപ്പുറത്തേക്ക് ഇതിനെ മറ്റൊരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. താങ്ക് യു ഗോപാലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ VC രജിസ്ട്രാർക്കെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്.